എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളൊരു ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് നോക്കിയാലോ. ഇതാണ് സംഭവം. ഇതെന്താണെന്ന് അറിയാം. ഹെയർ ഡ്രയറും അതുപോലെ തന്നെ ഹെയർ സ്ട്രൈറ്റ്നറും കൂടെ വരുന്നൊരു ബോക്സ് ആണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ തന്നെ ഹെയർ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ, ഇതെങ്ങനെ ഉപയോഗിക്കാന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം നമുക്കിത് നോക്കാം, അൺബോക്സ് ചെയ്ത് നോക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കി നോക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെ ഇരിക്കും, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ യൂട്യൂബ് നോക്കി ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് നോക്കിയിട്ട് ഇത് ഓപ്പൺ ആക്കാൻ പറ്റണ്ടേ. അങ്ങനെ അവസാനം ഓപ്പൺ ആക്കി. ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ഞാനിത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഓരോന്ന് ഞാൻ എടുത്ത് നോക്കുകയാണ്. ഇത് ഹെയർ സ്ട്രൈറ്റ്നറാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഹെയർ ഡ്രയറാണ്. ഈ 2 ഐറ്റംസാണ് ഇതിലുണ്ടായിരുന്നത്. ഇതൊരു കോംബോ പാക്കായിരുന്നു. പിന്നെ ഇതിലുണ്ടായിരുന്നത് ഒരു മാനുവൽ ആയിരുന്നു. ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ടായിരുന്നു. അപ്പം ഞാനിതിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പ്രത്യേകിച്ചൊന്നും നോക്കിയിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിൽ അറബിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഖത്തറിന്ന് കൊണ്ടുവന്നാണ്, രാജേശ്വരം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ അറബിയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു എല്ലാ ഡീറ്റെയിൽസും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വാറണ്ടി ഉണ്ടായിരുന്നു. വാറണ്ടി, പിന്നെ അതുപോലെ ഈ വാറണ്ടി നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നുള്ളത് അറിയില്ല, കിട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ്. അങ്ങനെ ഇതുപോലെ അതിനൊരു വാറണ്ടി ഉണ്ടായിരുന്നു. ഇത്രയായിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ്. ഡ്രയർ എടുത്ത് ഞാൻ ഷോ കാണിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഡ്രയർ പിന്നെ ഓൾറെഡി എൻ്റെ ഹെയർ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇഷാൻ ഇവിടെ ഉറങ്ങുകയാണ്. ഞാനിതൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് ഭയങ്കര സൗണ്ട് ഉണ്ട്. പിന്നെ ഇതിൽ 3 മോഡുണ്ട്. നമുക്ക് ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള 3 മോഡുണ്ട്. പിന്നെ ഇവിടെയാണ് പവർ ബട്ടണ്. ഇതാണ് ഇതിന് വരുന്നത്. അത്രേ ഉള്ളൂ. ഹെയർ ഡ്രയർ പിന്നെ എല്ലാവർക്കും അറിയാലോ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പരീക്ഷണം. എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഐറ്റത്തിലായിരുന്നു. ഇത് വെച്ചിട്ട് എനിക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാനല്ല, ഹെയർ കേൾ ചെയ്യാനായിരുന്നു. ഹെയർ കേൾ ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഇരിക്കുന്ന അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ പവർ ബട്ടണൊക്കെ ഓൺ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ഹീറ്റ് ആവാനായിട്ട്. എനിക്കൊരു ഐഡിയ ഇല്ല ഇതെന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും. ഞാനിത് മുന്നേ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ടിൽ ഇത് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ എനിക്കൊരു ചെറിയൊരു ഐഡിയയുടെ ബേസിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് പോർഷന് ഹെയർ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറ്റായിട്ടുള്ള ഹെയർ സ്ട്രെയിറ്റ്നർ ഞാൻ എൻ്റെ ഹെയറിൽ വെക്കാനായിട്ട് പോവുകയാണ്. കത്തി പിടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ധൈര്യത്തോടെ ട്രൈ ചെയ്തു. അപ്പം നല്ല ഹീറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാനതൊന്ന് നോക്കി. എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം ഇത് യൂസ് ചെയ്ത് നല്ല പരിചയമുള്ള ആളാന്നുള്ളത്. അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫേസിൽ തന്നെ അതറിയാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതെന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്നറിയാൻ. റിസൾട്ട് കണ്ടാൽ എന്തായാലും നിങ്ങൾ ഞെട്ടിപ്പോവും. അങ്ങനത്തെ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതായിരുന്നു അവസ്ഥ. ഇതിനിപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണോ അതോ ഈ സ്ട്രൈറ്റ്നറിൻ്റെ പ്രശ്നമാണോന്നൊന്നും എനിക്കറിയില്ല. എനിക്കിത് വീഡിയോസിലൊന്നും കാണുന്ന പോലെ കേളായില്ല. എന്താ റീസൺ, ഞാൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ലേ, എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിത് കേളായില്ല. ഞാൻ ഒരുപാട് വട്ടം ട്രൈ ചെയ്തു. ഒരു 2, 3, 4 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അവസാനം എൻ്റെ ഹെയർ ഡാമേജ് ആയാലോ എന്ന് പേടിച്ചിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഇത് ചെയ്യുന്നതിന് മുന്നുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഹെയർ ഇങ്ങനെ എൻഡിലിങ്ങനെ നല്ല സ്പ്രിങ് പോലെയൊക്കെ കിടന്നിട്ട്, ഞാൻ യൂട്യൂബ് വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത്, അതായിരുന്നു എൻ്റെ എക്സ്പെക്റ്റേഷൻ. പക്ഷേ റിയാലിറ്റി ഇതായിരുന്നു. ഇതിനി എൻ്റെ മിസ്റ്റേക്കാണോ ഈ സംഭവത്തിൻ്റെ മിസ്റ്റേക്കാണോ എനിക്കറിയില്ല. ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതെനിക്ക് എന്ത് ചെയ്തിട്ടും ഇത് കേളായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ സംഭവം നല്ല ഹീറ്റൊക്കെയാണ്. ഇനി എൻ്റെ മുടി കത്തിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. ഇത് ഓവറായിട്ട് യൂസ് ചെയ്താൽ നമ്മളെ ഹെയർ ഡാമേജ് ആവും. ഞാൻ ആ
എടുത്ത പോർഷൻ തന്നെ എടുത്തിട്ടുള്ളൂ. വേറെ ഹെയറിലൊന്നും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഞാൻ ഓൾറെഡി എടുത്ത് ചെയ്തിട്ടുള്ള ആ ഒരു ഹെയർ തന്നെ റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചെയ്തു നോക്കി. പക്ഷെ എനിക്ക് എത്ര ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് കേളായി എന്നല്ലാതെ, കേളായി എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. ഒന്ന് ഇതായി എന്നല്ലാതെ വലിയ കാര്യത്തിലുള്ള റിസൾട്ടൊന്നും എനിക്കിതിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും എനിക്ക് ഇതുകൊണ്ട് കേൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ ആവുന്നു എന്നല്ലാതെ എനിക്ക് നല്ല രീതി ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ നോക്കിയിരുന്നു യൂട്യൂബിൽ. അതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കേളായി വരുന്നുണ്ട്. ഇനി എനിക്കറിയാത്തത് കൊണ്ടാണോ ഇതിൻ്റെ മിസ്റ്റേക്കാണോ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കിത് കേളാവുന്നില്ല. പിന്നെ ഞാൻ കൂടുതൽ ഇനി ചെയ്ത് ഹെയർ ഡാമേജ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു.